എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യഗഡു പെൻഷൻ വിതരണം ഇന്നലെ മുതൽ സജീവമായ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത. ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 1600 രൂപ വീതമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക ഈസ്റ്ററിനോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. വിഷുക്കൈനീട്ടമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക വിതരണം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ സജീവമായിരിക്കുകയാണ്. പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച കൊണ്ട് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിനുശേഷമാണ് പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുക. വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ 4800 രൂപയിൽ ഒരു ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് 1600 രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 1600 രൂപ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും. ശേഷിക്കുന്ന 2 ഗഡു പെൻഷൻ കുടിശ്ശിക 2025 അവസാനിക്കുന്നതിന് മുന്നോടിയായി വിതരണം പൂർത്തിയാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുമ്പായി വിതരണം പൂർത്തിയാക്കും. ഇതിനു മുന്നോടിയായി വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം.